നസീം എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അയാൾ പുലർച്ചെ മുതൽ രാത്രി വരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്തു. തൻ്റെ കട, വീട്, മാതാപിതാക്കൾ, കുട്ടികളുടെ വിദ്യാഭ്യാസം, അങ്ങനെ എല്ലാ ഉത്തരവാദിത്തങ്ങളും അയാൾ കൃത്യമായി നിറവേറ്റിപ്പോന്നു. എന്നാൽ വീട്ടിൽ അയാൾ സ്ഥിരമായി ഒരു പരാതി കേൾക്കുമായിരുന്നു. നിങ്ങൾക്ക് ഏതു സമയത്തും ജോലി എന്ന ഒരു വിചാരം മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ സമയമില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം നസീം അസുഖബാധിതനായി. ഡോക്ടർ ഒരാഴ്ചത്തേക്കുള്ള പൂർണ്ണ വിശ്രമം ആവശ്യപ്പെട്ടു. ജോലി പൂർണ്ണമായും ഒഴിവാക്കണം. ആദ്യ ദിവസങ്ങളിൽ എല്ലാം സുഗമമായി കടന്നുപോയി. പക്ഷേ പിന്നീട് വന്ന ദിവസങ്ങളിൽ വീട്ടിലെ സാധനങ്ങൾ ഓരോന്നായി തീർന്നു. വൈദ്യുത ബിൽ വന്നു. കുട്ടികളുടെ സ്കൂളിൽ നിന്ന് ഫീസ് അടയ്ക്കാനുള്ള ഫോൺ വിളിയെത്തി. വീട്ടിൽ ആദ്യമായി നിശബ്ദത പടർന്നു. അപ്പോഴാണ് വീട്ടിലുള്ളവർക്ക് ഒരു കാര്യം മനസ്സിലായത്. നാം എപ്പോഴും തിരക്കാണ് എന്ന് പറഞ്ഞിരുന്ന അതേ വ്യക്തിയുടെ പരിശ്രമമാണ് ഈ വീടിന്റെ യഥാർത്ഥ ബലമെന്ന്. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നസീം സുഖം പ്രാപിച്ച് വീണ്ടും അയാളുടെ ജോലികളിൽ ഏർപ്പെട്ടു. അയാൾ സന്തോഷത്തോടെ തന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ തുടങ്ങി. അയാളുടെ ഭാര്യ കണ്ണുനീരോടെ ഇങ്ങനെ പറഞ്ഞു: നിങ്ങളുടെ പരിശ്രമവും തിരക്കുകളുമൊക്കെ ഒരു സാധാരണ കാര്യമായി ഞാൻ കരുതി. എന്നാൽ അതാണ് ഈ